നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറുപടി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. നിങ്ങളുടെ മുന്നിൽ 4 ദീപങ്ങളുണ്ട്. ഓരോ ദീപവും ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. കണ്ണുകൾ അടച്ച് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ദുഃഖം അല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണോ അത് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാട്ടിത്തരയണമേ. എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനുള്ള ശക്തി എനിക്ക് തരയണമേ. ഇതിൽ നിന്നൊക്കെയും മറികടക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് നൽകണമേ. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു ദീപം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സ് ഏത് ദീപത്തിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. 1, 2, 3, 4 ഇങ്ങനെ 4 നമ്പേഴ്സ് ഇട്ടുകൊണ്ട് 4 ദീപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദീപം നിങ്ങളുടെ ഇപ്പോഴത്തെ ദുഃഖത്തിന്റെ കാരണം, അതിന്റെ യഥാർത്ഥ പരിഹാരം, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം എല്ലാം വെളിപ്പെടുത്തും എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം അവസാന ഭാഗത്ത് ഒരു രഹസ്യ മന്ത്രവും ഒരു ശക്തമായ പരിഹാര മാർഗവും ഞാൻ പറയുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ഒരു സത്യമുണ്ട്: ദുഃഖം. ദുഃഖം എന്നത് ശിക്ഷയല്ല, അത് ഒരു സന്ദേശമാണ്. നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യത്തിന്റെ സൂചനയാണ് ദുഃഖം എന്ന് പറയുന്നത്. ശാസ്ത്രം പറയുന്നത് നമ്മുടെ ചിന്തകള് നമ്മുടെ ഭാവിയെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ജ്യോതിഷം പറയുന്നത് നമ്മുടെ കർമ്മവും നമ്മുടെ ഗ്രഹസ്ഥാനങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നതാണ്. ആത്മീയത പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ജീവിതത്തിലെ പല തടസ്സങ്ങളും അകലും എന്നതാണ്. അത് 100% തീർച്ചയായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ഈ ദീപങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ദീപം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇപ്പോൾ ഒരു ചെറിയ പരീക്ഷണം ചെയ്യാം. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖം അതെന്താണോ അത് ഓർക്കുക. ആ ദുഃഖം മാറിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും എന്ന് ചിന്തിക്കുക. വീണ്ടും കണ്ണുകൾ തുറന്ന് ദീപങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ദീപത്തിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ ദീപമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്ദേശം. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ലക്ഷ്മി ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്നുകൂടെ രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളോട് ലക്ഷ്മി ദേവി പറയുന്ന പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിരതയുടെ അഭാവമാണ്. നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നു, പക്ഷെ ഫലം കിട്ടുന്നില്ല. ജ്യോതിഷപരമായിട്ട് നോക്കിയാൽ ശനി, രാഹു അല്ലെങ്കിൽ ചന്ദ്രന്റെ ദോഷമാണ് കാണുന്നത്. നിങ്ങൾ പലപ്പോഴും തെറ്റായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ തന്നെ ചെറുതായിട്ട് കാണുന്ന ഒരു സാഹചര്യവുമുണ്ട്. ലക്ഷ്മി ദേവിയുടെ സന്ദേശം എന്ന് പറയുന്നത്, ലക്ഷ്മി ദേവി നിങ്ങളോട് പറയുന്നത് നിനക്ക് ഭാഗ്യമില്ലെന്ന് നീ കരുതുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നിന്റെ ഭാഗ്യം നീ തന്നെ തടയുകയാണ്. ആ തടയലാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളുടെയും കാരണം. നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത്, ഓരോ വെള്ളിയാഴ്ചയും ഒരു ചെറിയ ദീപം, നെയ്ദീപം തെളിയിക്കുക. വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും തെളിയിക്കുക. ലക്ഷ്മി മന്ത്രമായിട്ടുള്ള ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് പാലിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ അവസരം വന്നു ചേരും.
അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച കൈവരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വർദ്ധിക്കും. തീർച്ചയായിട്ടും ആ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതോടുകൂടി ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യാനും പല കാര്യങ്ങളും നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രകടമായിട്ടുള്ള മാറ്റം തന്നെ സംഭവിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം ബന്ധങ്ങളിലുള്ള വേദനയാണ്. നിങ്ങളെ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് തളർത്തി കളഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. പ്രണയത്തിലെ പരാജയം അല്ലെങ്കിൽ അകലം നിങ്ങളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. ജ്യോതിഷപരമായിട്ട് ശുക്രനും ചൊവ്വയും തമ്മിലുള്ള സംഘർഷമാണ് ഇവിടെ കാണുന്നത്. ലക്ഷ്മി ദേവി നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ മറ്റുള്ളവർക്കായിട്ട് അധികം ജീവിച്ചു, ഇനി നിനക്കായിട്ട് ജീവിക്കേണ്ട സമയമെത്തി. ആ ഒരു കാര്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മറന്നു പോകരുത്. മറ്റുള്ളവരെ സഹായിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നുള്ളതല്ല, പക്ഷെ സ്വന്തം കാര്യത്തിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാതെ പോയതും അല്ലെങ്കിൽ മറന്നുപോയതും അതുതന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ ദീപത്തിന് സമർപ്പിക്കുക. നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ള പൂവാണോ അവൈലബിൾ ആയിട്ടുള്ളത്, പിങ്ക് നിറത്തിലുള്ളതാണെങ്കിൽ പിങ്ക് നിറത്തിലുള്ളത്, അതല്ല വെളുത്ത നിറത്തിലുള്ള പൂവാണെങ്കിൽ അത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ ഒരു നിലവിളക്കിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ആരോടും മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കരുത് എന്നുള്ളതാണ്. ഓരോ ദിവസവും ഒരു നല്ല വാക്ക് ആരെയെങ്കിലും പറയുക എന്നതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇനി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തന്മൂലം തന്നെ നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കും. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ദീപം നമ്പർ 3 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളോട് ലക്ഷ്മി ദേവി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം സാമ്പത്തിക തടസ്സങ്ങളാണ്. പണം വരുന്നുണ്ട്, പക്ഷെ നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം. ഒരുപാട് കടബാധ്യതകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ട്. അതായത് ധനവരവുണ്ടെങ്കിലും അത് നിലനിൽക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, അതുപോലെ തന്നെ എന്തെന്നില്ലാത്ത ചിലവുകൾ, ഇതൊക്കെയും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജ്യോതിഷപരമായിട്ട് ഗുരുഗ്രഹത്തിന്റെ ബലഹീനതയാണ് ഇത് കാണിക്കുന്നത്. ലക്ഷ്മി ദേവി നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ജീവിതത്തിൽ സമ്പത്ത് നൽകാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ നിന്റെ മനസ്സിൽ സമ്പത്തിന്റെ മൂല്യം നീ മനസ്സിലാക്കണം. ആ ഒരു മൂല്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതിന്റെ ആ ഒരു പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം എന്നോണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള തിരി ഉപയോഗിച്ച് ദീപം തെളിയിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ദാനവും ചെയ്യുക. പണം സംബന്ധിച്ച് നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിൽ പണം വരുന്നതോടൊപ്പം തന്നെ നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലായിട്ട് വർദ്ധിക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ ചിന്തകളെ നിങ്ങൾ ഒഴിവാക്കി വ്യാഴാഴ്ച ദിവസം മഞ്ഞത്തിരിയിട്ട് ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെയും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു വരുമാന മാർഗം നിങ്ങളെ തേടിയെത്തുന്നതാണ്. തന്മൂലം തന്നെ കടബാധ്യതകൾ കുറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങളുടെ ഭാഗ്യവും വർദ്ധിക്കും. ആ ഭാഗ്യം വർദ്ധിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും. നിങ്ങൾക്ക് മനസമാധാനം തിരികെ ലഭിക്കും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങളെല്ലാം തന്നെ നിങ്ങളെ വിട്ടുപോകും. ഇത്രയും കാര്യങ്ങളാണ് 3-ാം നമ്പർ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്.
ഇനി അടുത്തതായിട്ട് ദീപം നമ്പർ 4 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ദീപം 4 തിരഞ്ഞെടുത്തവർക്കുള്ള പ്രധാന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം ജീവിത ലക്ഷ്യത്തിന്റെ ആശയക്കുഴപ്പമാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ ദിശയില്ലെന്നാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവാണ്. ഒരു കാര്യവും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതായത് ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അത് ശരിയാകുമോ, അത് ഞാൻ ചെയ്താൽ നന്നായി നടക്കുമോ എന്നുള്ള ഒരു ചിന്ത, ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങൾക്ക് ഏത് കാര്യത്തിലും പ്രകടമാണ്. ജ്യോതിഷപരമായിട്ട് സൂര്യനും ബുധനും തമ്മിലുള്ള ദോഷത്തെയാണ് ഇത് കാണിക്കുന്നത്. ലക്ഷ്മി ദേവി നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്, പക്ഷെ നീ അതിനെ ഭയപ്പെടുന്നു എന്നതാണ്. ആ ഭയമാണ് നിങ്ങൾ മാറ്റിവയ്ക്കേണ്ടത്. ആ ഭയമില്ലാതായാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. നിങ്ങളുടെ ദുഃഖത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എഴുതി വയ്ക്കുക. ആ എഴുതി വെച്ച ലക്ഷ്യം നിങ്ങൾ നിത്യവും നോക്കുക. നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ അത് കാരണമാകും. ഓരോ ദിവസവും ഒരു ചെറിയ മുന്നേറ്റം എന്ന രീതിയിൽ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തത കൈവരിക്കാനായിട്ട് സാധിക്കും. ആത്മീയ വളർച്ചയുണ്ടാകും. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾ കൂട്ടുപിടിക്കുക. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ആത്മവിശ്വാസം തിരികെ വരും. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാനും നിങ്ങളുടെ ആ ഒരു തകർച്ചയെ മറികടക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4ാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് വെറും പ്രവചനമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ സൂചനയാണ്. ഒരു രഹസ്യ മന്ത്രം കൂടെ പറയാം. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ. ഈ മന്ത്രം 21 ദിവസം തുടർച്ചയായിട്ട് ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.